വ്യക്തമായ മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിൽ പ്രതികരിക്കുകയാണ് ആദ്യ പരാതിക്കാരി. ലോകം കേൾക്കാത്ത പരാതി ദൈവം കേട്ടുവെന്നും ചതിയിലും വേദനയിലും ഒപ്പം നിന്ന ദൈവത്തിന് നന്ദിയെന്നും പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിർബന്ധിത ഗർഭചിത്രത്തിൽ ജീവൻ നഷ്ടമായ കുഞ്ഞിനോട് മാപ്പു ചോദിച്ച അതിജീവിത രാഹുലിനെ വിശ്വസിച്ചത് തെറ്റായിപ്പോയെന്നും കുറിപ്പിൽ പറയുന്നു. വളരെ വൈകാരികമായ കുറിപ്പാണ് ആദ്യ പരാതിക്കാരി ഉന്നയിക്കുന്നത്. രാഹുലിനെതിരെ താൻ പരാതിപ്പെട്ടിട്ടും നീതി കിട്ടിയില്ല എന്നൊരു വേദനയിൽ കൂടിയാണ് ആദ്യ പരാതിക്കാരി ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ കുഞ്ഞിനെ രാഹുലിന് വേണ്ടി രാഹുലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നശിപ്പിക്കേണ്ടി വന്നു ഉദരത്തിൽ വെച്ച് തന്നെ. ആ ഒരു വേദന കൂടി അതിജീവിത പങ്കുവയ്ക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ വൈകാരികമായൊരു കുറിപ്പ് തന്നെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയായി ഇത് മാറുകയാണ്. ആദ്യ പരാതിക്കാരിയുടെ വൈകാരികമായ കുറിപ്പാണ്. നമ്മൾ കണ്ടതാണ്, ആദ്യ പരാതിക്കാരി പലപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്ന് സംസ്ഥാനത്തെ ഒരു MLAക്കെതിരെ ഒരു പരാതിയുണ്ട് ഈ തരത്തിൽ എന്ന് പറയുന്നു. പക്ഷേ അതൊരു അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് അത് പോയില്ല. ഒടുവിൽ അവർ ധൈര്യപൂർവ്വം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തയ്യാറാവുന്നു. ആ പരാതിയിലാണ് പിന്നീട് രാഹുലിനെതിരെ നടപടികൾ ഉണ്ടാവുന്നത്, തുടർ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ അത് കോടതിയുടെ പിന്തുണയിൽ രാഹുലിനെതിരെ അറസ്റ്റ് നടക്കുന്നില്ല. രാഹുലിൻ്റെ ഒളിവ് ജീവിതം നടക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ ഇതാ മൂന്നാമതൊരു പരാതിക്കാരി വരുന്നു. അപ്പോൾ അറസ്റ്റ് സംഭവിക്കുന്നതാണ്. എന്തായാലും വൈകാരികമായ കുറിപ്പാണ്. അഭിലാഷ് രാധാകൃഷ്ണനുണ്ട്. അഭിലാഷ്, ഏറെ വൈകാരികമായ കുറിപ്പാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന കുട്ടിയെ രാഹുലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നശിപ്പിക്കേണ്ടി വരുന്ന ഒരു അതിജീവിത അവരുടെ വാക്കുകൾ വൈകാരികമായി കുറിക്കുക. ഇങ്ങനെയുള്ള ഒരാളല്ല, നിരവധി ആളുകളുണ്ട് എന്നതാണ് പുറത്തു വരുന്ന സൂചനകൾ. ഇതാ ഇപ്പോൾ നമുക്ക് മുന്നിൽ വരുന്നത് മൂന്നാമത്തെ പരാതിക്കാരിയാണ്. അതിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. എന്താണ് ഈ ആദ്യ അതിജീവിത പറയുന്ന അവരുടെ വാക്കുകൾ? സജിത്ത്, ഈ മണിക്കൂറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി ആ വാർത്തകൾ വരുന്ന ഈ മണിക്കൂറുകളിൽ ഏറ്റവും വലിയ ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യത്തെ പരാതിക്കാരിയുടെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതി നൽകിയ യുവതിയുടെ ഒരു കുറിപ്പാണ് ഈ അറസ്റ്റിലായതിനു ശേഷം അവരുടെ പ്രതികരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് വായിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ അലിയിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് അതിലുള്ളത്. അതിൽ താൻ തിരഞ്ഞെടുത്ത ആൾ അത് തെറ്റായി പോയതിനെക്കുറിച്ചും തൻ്റെ കുഞ്ഞിനെ ബലമായി കൊന്നുകളഞ്ഞതിനെക്കുറിച്ചും ആ കുഞ്ഞിനോടുള്ള അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുമെല്ലാം അവർ വളരെ വൈകാരികമായി തന്നെ കുറിക്കുന്നുണ്ട്. അതിൽ അവർ ഏറ്റവും നന്ദി പറയുന്നത് ദൈവത്തിനാണ്. താൻ ഏറ്റവും കൂടുതൽ വേദനിച്ച സമയത്ത്, താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട സമയത്ത്, താൻ വഞ്ചിക്കപ്പെട്ട സമയത്ത് ഒപ്പം നിന്ന ദൈവത്തിന് നന്ദി എന്നാണ് അവർ ആദ്യം തന്നെ പറയുന്നത്. പിന്നാലെ ആ കുഞ്ഞിന് തനിക്ക് ജന്മം നൽകാൻ കഴിയാതെ പോയ, തൻ്റെ ഉദരത്തിൽ വളർന്നു വന്ന, തനിക്ക് ബലമായി നഷ്ടപ്പെടുത്തേണ്ടി വന്ന ആ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുന്ന ഒരു അമ്മയുടെ വിഷമം കൂടി ആ പോസ്റ്റിലുണ്ട്. നമ്മളേവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവർ നേരത്തെ ആവർത്തിച്ച കാര്യം തന്നെ പറയുന്നുണ്ട്. പോലീസിനോട് നൽകിയ പരാതിയിലും പറയുന്നുണ്ട്, തൻ്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ ബലമായി നശിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അന്ന് തന്നെ പരാതിക്കാരി പറഞ്ഞതാണ്. ആ കാര്യം ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. തൻ്റെ വയറ്റിൽ ജനിച്ച ആ കുഞ്ഞിനെ, വയറ്റിൽ പിറന്ന ആ കുഞ്ഞിനെ ബലമായി നശിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് താൻ പോയി. അതിന് ക്ഷമ ചോദിക്കുന്നു. ആ കുഞ്ഞ് എന്തായാലും ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് എന്നോട് ക്ഷമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഇതുപോലെ നശിപ്പിക്കപ്പെട്ട മറ്റു കുഞ്ഞുങ്ങളും സ്വർഗത്തിലിരുന്ന് അവരുടെ അമ്മമാരോട് ക്ഷമിക്കും എന്ന് തന്നെ കരുതുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് മറ്റ് അതിജീവിതമാരുടെയും വിഷമം കൂടി ആ അമ്മ അല്ലെങ്കിൽ ആ പരാതിക്കാരി മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ആ കുഞ്ഞിനെ ഇനിയും ആ കുഞ്ഞിനെ ഒരിക്കൽ കൂടി സ്വർഗത്തിൽ വെച്ച് കാണുമെന്നുള്ളൊരു വിശ്വാസം കൂടി ആ കുറിപ്പിൽ പറയുന്നു. അത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച്, മനുഷ്യരായി പിറന്നവരെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ ദുഃഖം അത് വളരെ, മാത്രമല്ല അവർ പ്രധാനമായും മറ്റൊരു കാര്യം കൂടി പറയുന്നത്, തൻ്റെ വിഷമം ആദ്യം എല്ലാവരോടും പറയുന്ന സമയത്ത് അത് കേൾക്കാൻ ഈ ലോകം തയ്യാറായിരുന്നില്ല. പക്ഷേ അത് കേൾക്കാൻ ദൈവമുണ്ടായി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആശ്വാസമായി ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു പരാതിക്കാരിയുടെ പരാതിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ യുവ MLAക്കെതിരെ വലിയ രീതിയിൽ തെളിവുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഈ അമ്മ അല്ലെങ്കിൽ ഈ പരാതിക്കാരി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. തൻ്റെ പരാതിയിൽ വലിയ നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും പക്ഷേ മറ്റൊരു പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്തയാണ്. മാത്രമല്ല, അവർ ഇതുവരെ കേട്ട എല്ലാ പഴികൾക്കും എല്ലാ ചീത്തപ്പേരുകൾക്കും ഒരു അന്ത്യമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതി അതിനെ അവർ കാണുന്നത്. മാത്രമല്ല, ഈ ഒരു പോസ്റ്റിന് താഴെ നിരവധി പേർ ഇവർക്ക് ഈ ആദ്യത്തെ പരാതിക്കാരിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. മാത്രമല്ല, സാധാരണയായി ഇത്തരം അതിജീവിതകൾ പോസ്റ്റ് ഇടുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കടന്നൽ കൂട്ടത്തിൻ്റെ ഒരു ആക്രമണം ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ ഉണ്ടാകാറുണ്ടെങ്കിൽ ഇത്തവണ അതുണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വാർത്തയാണ്. കാരണം ഇത്തരത്തിൽ സൈബർ പോരാളികളെല്ലാം ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതും കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ അമ്മ അവസാനം പറയുന്നത് തൻ്റെ കുഞ്ഞാറ്റ ആ കുഞ്ഞിനെ അവർ കുഞ്ഞാറ്റ എന്ന് പേരിടാനാണ് ആഗ്രഹിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുഞ്ഞാറ്റയോട് മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ആ പോസ്റ്റ് കൂടി വായിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്നത് സജിത്ത്. കാരണം അത്രയധികം ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ ആ അമ്മ ഇന്ന് വേദനിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ഇപ്പോഴത്തെ പരാതിക്കാരിയോടും ഇതേ രീതിയിലുള്ള പെരുമാറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ, അത് സമൂഹത്തിന് മുന്നിൽ വെളിവാകുമ്പോൾ അയാൾ എത്രത്തോളം മാനസിക വൈകൃതത്തിന് അടിമയായിരുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് സമൂഹം ചോദിക്കുന്നത്. മാത്രമല്ല, ഇയാളെപ്പോലൊരാൾ ഇയാളുടെ കാര്യങ്ങൾ ഇനിയും വൈകിയിരുന്നെങ്കിൽ, പുറത്തു വരാൻ ഇനിയും വൈകിയിരുന്നെങ്കിൽ എന്തുമാത്രം വലിയ ഒരു ആപത്തായിരുന്നു സമൂഹത്തിന് ഇയാളെന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റിന് താഴെ വരുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ റഹീം പോയ മണിക്കൂറിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരൻ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം സമർത്ഥിക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ആദ്യം ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരെയും സങ്കടപ്പെടുത്തുന്ന, നമ്മളെ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തുന്ന, നമ്മൾ ഓരോരുത്തരെയും കണ്ണ് നിറയ്ക്കുന്ന ഒരു കുറിപ്പാണ്, വൈകാരികമായ ഒരു കുറിപ്പാണ് ഇപ്പോൾ ആദ്യത്തെ പരാതിക്കാരി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് സജിത്ത്. അതാണ് വൈകാരികമായ കുറിപ്പാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പരാതിക്കാർ നിരവധി പേരുണ്ട്. ഇപ്പോൾ നമുക്ക് മുന്നിൽ നിയമത്തിന് മുന്നിലേക്ക് വന്നത്, പോലീസിന് പരാതി നൽകാൻ തയ്യാറാവുന്നത് 3 പേരാണ്. അതിലാണിപ്പോൾ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിനുമപ്പുറം വലിയ പരാതിക്കാരുടെ എണ്ണമുണ്ട്. അതാണിപ്പോൾ അഭിലാഷം സൂചിപ്പിക്കുന്നത്. എന്തായാലും രാഹുലിൻ്റെ ഈ നീക്കങ്ങൾ, അദ്ദേഹം കൊച്ചുകുട്ടികളെ ഉദരത്തിൽ വെച്ച് കുട്ടികളെ കൊല്ലാൻ, ഭ്രൂണഹത്യ നടത്താൻ അമ്മമാരെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിജീവിതകളെ പ്രേരിപ്പിക്കുന്ന ഒരു ക്രൂരൻ എന്നതുകൂടിയാണ് ഈ പരാതിക്കാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. വളരെ ഗുരുതരമാണ് ആക്ഷേപം. എന്തായാലും ഇതിൽ അന്വേഷണം തുടരുകയാണ്. ചെറിയ ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങും. ഗർഭഛിദ്ര വിവാദത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ ആശ്വാസത്തിൽ തുടരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവാസി മലയാളിയായ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള AIG ജി പൂങ്കുഴലിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇമെയിൽ സന്ദേശത്തിലൂടെ പരാതി അയച്ചത്. തുടർന്ന് അതീവ രഹസ്യമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കഴിഞ്ഞ ബുധനാഴ്ച യുവതിയുടെ ബോഡി രേഖപ്പെടുത്തുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി അയച്ച പരാതിയിലെ പരാമർശങ്ങൾ ഇങ്ങനെ: 2023 സെപ്റ്റംബറിൽ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി. തൻ്റെ കുടുംബജീവിതത്തിൽ വിദേശത്തെത്തി 1 വർഷം തികയും മുമ്പ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അതിനിടെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട രാഹുലുമായി സൗഹൃദത്തിലായി. വിവാഹബന്ധം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.